ടെഹ്റാൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് മുന്നറിയിപ്പും ഭീഷണി സന്ദേശവും ഇറാൻ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ പുതിയ ക്രമത്തിൽ അതൊരു മുന്നറിയിപ്പല്ല, പരമാധികാര രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം കൂടിയായി മാറുകയാണ്. മധ്യ ടെഹ്റാനിലെ ഇൻക്വിലാബ് ചത്വരത്തിൽ ഉയർത്തിയ ഒരു കൂറ്റൻ മ്യൂറൽ ബോർഡിലാണ് അമേരിക്കയ്ക്കുള്ള ഇറാൻ്റെ സന്ദേശം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൻ്റെ മേൽ തകർന്നു കിടക്കുന്ന യുദ്ധവിമാനങ്ങളും ചോരപ്പാടുകളുമാണ് ചിത്രത്തിൽ. സമുദ്രത്തിലാകെ രക്തച്ചാലുകളായി ഒഴുകുന്നതും കാണാം. അമേരിക്കൻ പതാകയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മ്യൂറൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനൊപ്പം നിങ്ങൾ കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുമെന്ന മുന്നറിയിപ്പും എഴുതി ചേർത്തിട്ടുണ്ട്. ഇറാൻ സർക്കാർ ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ നടത്തുന്ന സ്ഥലമാണ് ഇൻക്വിലാബ് ചത്വരം. ദേശീയ പ്രാധാന്യമുള്ള സംഭവങ്ങളിലാണ് ഇവിടെ ഇത്തരം മ്യൂറലുകൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. മുൻപെന്നത്തോളം ഇറാൻ സൈന്യം സജ്ജരാണെന്നും കാഞ്ചി വലിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂവെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തലവൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് USS എബ്രഹാം ലിങ്കണും മറ്റ് യുദ്ധക്കപ്പലുകളും മധ്യപൂർവ്വദേശത്ത് എത്തിയതെന്നുള്ള വാർത്തകൾ വീണ്ടും പുറത്തു വന്നത്. ഇവ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുമോ എന്ന് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്തിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള കപ്പൽ ഇസ്രായേൽ തീരത്തേക്കും നീങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. ടെഹ്റാൻ ലക്ഷ്യമാക്കി ധാരാളം കപ്പലുകൾ നീങ്ങുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഇതിന് കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. എന്നാൽ ഇറാൻ്റെ പ്രതികരണം തങ്ങൾ ഉറ്റുനോക്കുകയാണെന്നും അതനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് പിന്നീടും പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ ബുദ്ധിമോശം കാണിച്ചാൽ രാജ്യം മുഴുവൻ ചാമ്പലാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി കഴിഞ്ഞു. ട്രംപിൻ്റേത് അധിക പ്രസംഗമാണെന്നും സാഹസത്തിന് മുതിർന്നാൽ US-ൽ തന്നെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. ഇറാനിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് US ഇറാനെതിരെ നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്. മേഖലയിൽ അമേരിക്ക തുടർച്ചയായി നടത്തിവരുന്ന സൈനിക വിന്യാസങ്ങളും ശക്തിപ്രകടനങ്ങളും ഇറാൻ്റെ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള സമ്മർദ്ദമായാണ് ഇറാൻ കാണുന്നത്. അതിനുള്ള മറുപടിയായി ആയുധങ്ങളെക്കാൾ ശക്തമായ സന്ദേശം തന്നെയാണ് ഈ ചുവർച്ചിത്രങ്ങളിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. യുദ്ധോന്മാദം ഉത്തേജിപ്പിക്കാതെ പക്ഷേ സ്വന്തം പ്രതികാരശേഷിയും പ്രതിരോധ സന്നദ്ധതയും ഓർമ്മിപ്പിക്കുന്ന ഈ പ്രതീകാത്മക ഇടപെടൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് ഉയർന്നു വന്നത് അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ അതിർത്തികളോട് ചേർന്ന മേഖലയിൽ വിന്യസിക്കുന്ന സമയത്താണ്. ഇറാൻ ഇതിനെ സ്വാഭാവികമായി തന്നെ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള ഭീഷണിയായി കാണുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇതിനെ മുൻകരുതൽ നടപടി എന്ന പേരിൽ ന്യായീകരിക്കുകയാണ്. എന്നാൽ മറ്റൊരു രാജ്യത്തിൻ്റെ വാതിൽക്കൽ ആയുധസജ്ജരായ കപ്പൽപ്പട എത്തുന്നത് മുൻകരുതലല്ല, മറിച്ച് സമ്മർദ്ദ രാഷ്ട്രീയമാണെന്ന വിമർശനവും ശക്തമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ എന്ന വ്യവസ്ഥയോടെ കപ്പലുകൾ വിന്യസിച്ചുവെന്ന പ്രസ്താവന നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഭീഷണി നിലനിർത്താനുള്ള തന്ത്രമാണെന്ന വിലയിരുത്തലാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ സ്വന്തം പ്രതിരോധ സന്നദ്ധത പ്രഖ്യാപിക്കുന്നത് സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ് പലരും കാണുന്നത്. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം ഈ പശ്ചാത്തലത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുക കൂടിയാണ്. ഇൻക്വിലാബ് സ്ക്വയർ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ ഒരു ഭീഷണി കേന്ദ്രം മാത്രമല്ല, മറിച്ച് ജനകീയ വികാരങ്ങളും ദേശീയ അഭിമാനവും പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വേദി കൂടിയാണ്. ഇവിടെ മാറി മാറി ഉയരുന്ന ചുവർച്ചിത്രങ്ങൾ ഇറാൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം തന്നെ വിദേശ ഇടപെടലുകൾക്കെതിരെ ജനങ്ങളുടെ വികാരങ്ങളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ സേന എക്കാലത്തേക്കാളും തയ്യാറാണെന്ന് എന്ന് വ്യക്തമാക്കിയതും ആക്രമണോത്സുകതയല്ല, മറിച്ച് രാജ്യത്തിൻ്റെ പ്രതിരോധ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നതെന്നും വർഷങ്ങളായി ഉപരോധങ്ങളും ഭീഷണികളും നേരിട്ട ഒരു രാജ്യത്തിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നത് കുറ്റകരമായ നടപടിയായി കാണാനാകില്ല എന്നുമാണ് വിലയിരുത്തൽ. അതിനിടെ ഇറാനകത്തെ രാജ്യവ്യാപക പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളും റിപ്പോർട്ടുകളും അതീവ സൂക്ഷ്മതയോടെ സമീപിക്കേണ്ടതാണെന്ന് ഇറാൻ അനുകൂല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളും വിദേശ പിന്തുണയുള്ള മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിടുന്ന കണക്കുകൾ ഇതുവരെ സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടില്ല. 36,500 മരണങ്ങൾ എന്ന കണക്ക് പോലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്ന വസ്തുത പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. ഇറാൻ ഇൻ്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്ന രഹസ്യരേഖകളുടെ ഉറവിടവും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന വിമർശനവും ശക്തമാണ്. ആഭ്യന്തര അസ്ഥിരത വർദ്ധിപ്പിക്കാനും ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വിവരയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കണക്കുകൾ ഉപയോഗിക്കപ്പെടുന്നതെന്ന് ഇറാൻ അനുകൂല വിദഗ്ധരും പറഞ്ഞു കഴിഞ്ഞു. ഇൻ്റർനെറ്റ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമാന സമീപനമാണ് കാണപ്പെടുന്നത്. പ്രതിഷേധകാലങ്ങളിൽ വ്യാജവാർത്തകളും വിദേശ ഇടപെടലുകളും തടയുന്നതിനായി പല രാജ്യങ്ങളും താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇൻ്റർനെറ്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പായ നെറ്റ് ബ്രോഡ്കാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത തടസ്സങ്ങൾ പോലും സുരക്ഷാ
സാഹചര്യങ്ങളിൽ സ്വീകരിച്ച താൽക്കാലിക നടപടികളായി മാത്രമേ ഇറാൻ വിശദീകരിക്കുന്നുള്ളൂ. എന്നാൽ പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയെ ഏകപക്ഷീയമായി ഇറാന്റെ ആക്രമണ നയമായി ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യ വിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ഉപരോധ രാഷ്ട്രീയവും തുടർച്ചയായി ശക്തിപ്പെടുമ്പോൾ ഇറാൻ സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകളെയാണ് പുറത്തുവരുന്നത്. എന്നാൽ അമേരിക്കയുടെ കടന്നുകയറ്റം ഇറാനിൽ അസാധ്യമായ ഒന്നാണ്. കാരണം ഇറാന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നത് ലോകപ്രശസ്തമായ റഷ്യൻ S-300 PMU-2 സ്വന്തമായി വികസിപ്പിച്ച ബാവർ 371 മിസൈൽ സംവിധാനങ്ങളുമാണ്. എന്നാൽ F-35Cയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഈ പ്രതിരോധ സംവിധാനങ്ങളെ അസാധ്യമാക്കും എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു നീക്കം അമേരിക്ക നടത്തിയാൽ F-35Cയുടെ AN/APG-81 AESA റഡാറുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് അപ്പാർച്ചർ സിസ്റ്റത്തിനും ഇറാന്റെ കാവൽ പർവ്വതങ്ങൾക്കിടയിലൂടെയും ആ മണ്ണിലേക്ക് നുഴഞ്ഞു കയറാമെന്നും ഉപഗ്രഹങ്ങൾക്ക് പോലും കാണാൻ കഴിയാത്ത മറഞ്ഞിരിക്കുന്ന ആയുധപ്പുരകളെ 24 മണിക്കൂറും നിരീക്ഷണ വലയത്തിലാക്കി മുട്ടുകുത്തിക്കാൻ കഴിയുമെന്നും അമേരിക്ക വാദിക്കുന്നുണ്ട്. 2026 ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ തലോഗാൻ 2 ആണവ കേന്ദ്രത്തെ കോൺക്രീറ്റ് കവചത്തിനുള്ളിലാക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കടുപ്പമേറിയ കോൺക്രീറ്റ് പാളികൾ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തിക്കാൻ F-35C അല്ലാതെ അമേരിക്കയുടെ പക്കൽ മറ്റൊരു വിമാനവുമില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതായത് ഈ ആയുധം പരാജയപ്പെട്ടാൽ പിന്നെ പ്രയോഗിക്കാനും പിടിച്ചു നിൽക്കാനും അമേരിക്കയ്ക്ക് മറ്റൊരു തുണ ഇല്ല. അറേബ്യൻ കടലിലെ തുറന്ന സുരക്ഷിത മേഖലയിൽ ലിങ്കൺ കപ്പലിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആക്രമണം നടത്താം എന്നതാണ് അമേരിക്ക കാണുന്ന മറ്റൊരു വസ്തുത. ഹോർമൂസ് കടലിടുക്കിലെ ഇറാനിയൻ ഡ്രോൺ ബോട്ടുകളുടെ ആക്രമണ പരിധിയിൽ വരാതെ തന്നെ ഇറാന്റെ ഹൃദയഭാഗത്ത് പറന്നെത്താൻ F-35Cക്ക് ദൈർഘ്യമേറിയ ദൂരപരിധിയുണ്ട്. ഇത് അമേരിക്കൻ നാവികസേനയുടെ റിസ്ക് കുറയ്ക്കുമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. എങ്കിലും ഇത്രയേറെ സന്നാഹങ്ങൾ കൊണ്ട് ഇറാനെ തകർക്കാനാകുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. അമേരിക്ക എത്ര തന്നെ സാങ്കേതിക വിദ്യകൾ നിരത്തിയാലും ഇറാന്റെ പക്കൽ ചില സർപ്രൈസുകൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചരിത്രപരമായി അതിനു പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ആഭ്യന്തര ഐക്യത്തെ ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് നിരന്തരം കണ്ടുവരുന്നത്. അമേരിക്ക ഉയർത്തുന്ന ഈ ഭീഷണി ഒരുപക്ഷെ ഇറാനെയും ചൈനയും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കുകയുള്ളൂ എന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത്യാധുനികമായ F-35C വിമാനങ്ങൾക്കും ലിങ്കണിനും ഇറാനെതിരെ ജനതയുടെ പോരാട്ട വീര്യത്തെ കീഴടക്കാൻ കഴിയുമോ എന്നതും ചോദ്യമാണ്. സാങ്കേതികവിദ്യയുടെ മികവിൽ അമേരിക്ക വിശ്വസിക്കുമ്പോൾ സ്വന്തം മണ്ണിലെ പ്രതിരോധ തന്ത്രങ്ങളിലാണ് ഇറാന്റെ വിശ്വാസം. ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും കണ്ടതുപോലെ ഒരു ജനതയെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ലോകത്തെ എത്ര വലിയ വൻശക്തികൾ അണിനിരന്നാലും ഇറാൻ എന്ന പേർഷ്യൻ കരുത്തിനെ തൊടുക എന്നത് അസാധ്യമായ ഒന്നാണെന്ന് പ്രതിരോധ വിദഗ്ധർ പോലും അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇറാന്റെ അതിസങ്കീർണമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടിയാണ്. ഒരു വലിയ കോട്ട പോലെ ഇറാനെ പൊതിഞ്ഞു നിൽക്കുന്ന സാഗ്രോസ് പർവ്വതനിരകൾ ഏതൊരു വിദേശ സൈന്യത്തിനും കടക്കാൻ കഴിയാത്ത പ്രതിരോധ കവചമാണ്. മലനിരകൾക്കുള്ളിലെ 100 കണക്കിന് കിലോമീറ്റർ നീളമുള്ള മിസൈൽ സിറ്റികൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും തകർക്കാനാവാത്ത വിധം സുരക്ഷിതവും കൂടിയാണ്. ഭൂമിശാസ്ത്രത്തിന് പുറമെ ഇറാന്റെ അസമമായ യുദ്ധമുറകൾ അമേരിക്കയെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും. ഹോർമൂസ് കടലിടുക്കിലെ ഇടുങ്ങിയ പാതകൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ വളയാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ചടുലമായ ഡ്രോൺ ബോട്ടുകൾ ഇറാന്റെ പക്കലുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരകൾ നിമിഷനേരം കൊണ്ട് അടച്ചുപൂട്ടാൻ ഇറാന് സാധിക്കും. കൂടാതെ മേഖലയിലുടനീളമുള്ള ഇറാന്റെ സഖ്യശക്തികൾ ഒരേ സമയം അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാൽ അത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ അന്ത്യത്തിന് തന്നെ കാരണമായേക്കാം. അമേരിക്കയുടെ പക്കൽ അത്യാധുനിക സാങ്കേതിക ഉണ്ടെങ്കിൽ ഇറാന്റെ പക്കൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ബുദ്ധിയും അടിയുറച്ച പോരാട്ട വീര്യവുമാണ് മുതൽക്കൂട്ട്. ഉപരോധങ്ങൾക്കിടയിലും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക റഡാർ വിരുദ്ധ മിസൈലുകളും ഹൈപ്പർസോണിക് കരുത്തും ഇറാനെ ഒരു അജയ്യ ശക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.